ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ആനി. ടിപ്സ് ഓർ ഹാപ്പി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വ്ലോഗാണ്. സൺഡേ ഡിന്നർ പ്രിപ്പറേഷനാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെയൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം മിക്ക വീടുകളിലെ കുട്ടികൾക്കും ഇഷ്ടമുള്ള ഒന്നാണ് പിസ്സ. പുറത്തുനിന്ന് വാങ്ങി കഴിക്കുമ്പോൾ നല്ല വില കൊടുക്കണം ഇത് വാങ്ങിക്കാനായിട്ട്. ഒരു ചെറിയ പിസ്സ വാങ്ങിക്കുന്നതിന് തന്നെ ഒരു 600 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. പക്ഷേ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് ഇത് മതിയാകത്തുമില്ല, നമുക്കാണെങ്കിൽ ഒരു കഷ്ണം കിട്ടത്തുമില്ല, ശരിയല്ലേ? ഞാനിത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വെറും 10 മിനിറ്റ് കൊണ്ട് പിസ്സ തയ്യാറാക്കുന്ന വിധമാണ് കാണിക്കാൻ പോകുന്നത്. സമയമുള്ളപ്പോൾ നമ്മൾ പിസ്സ ബേസ് തയ്യാറാക്കി വെച്ചിരുന്നാൽ വളരെ കുറച്ച് സമയം മതി. അതായത് ഇത് കുക്ക് ചെയ്തെടുക്കുന്ന ഒരു 10 മിനിറ്റ് മാത്രം മതിയാകും. നമ്മൾ കഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ചൂടോടുകൂടി നല്ല ഫ്രഷായിട്ട് കഴിക്കുകയും ചെയ്യാം. ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ ഓവനൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നോൺ സ്റ്റിക്ക് പാനിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതൊരു പഴയ നോൺ സ്റ്റിക്ക് പാൻ മതി. നമ്മൾ വലിയ വില കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് കാണാം. ആദ്യം തന്നെ പിസ്സ ബേസിനായിട്ട് നമ്മൾ മാവ് കുഴച്ച് വയ്ക്കണം. അതിനായിട്ട് 2 കപ്പ് മൈദ, അതേപോലെ തന്നെ 1 സ്പൂൺ ഈസ്റ്റ് നമ്മളൊരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊരു 10 മിനിറ്റ് ഒന്ന് പൊങ്ങാൻ വയ്ക്കുക. പഞ്ചസാര 1 സ്പൂൺ, അതുപോലെ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ 2 സ്പൂൺ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചിട്ട് 1 മണിക്കൂർ നനഞ്ഞ തുണി കൊണ്ട് മൂടി ഇത് വയ്ക്കണം. 1 മണിക്കൂറിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് 1/3 എടുത്ത് ഒരു പാനിൽ വെച്ചിട്ട് കൈകൊണ്ട് തന്നെ പരത്തി നമുക്ക് 2 വശവും കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ രീതി അല്ലെങ്കിൽ നമുക്ക് സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ കട്ടിയിൽ പരത്തിയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ പിസ്സ ബേസ് റെഡിയാക്കുന്നത്. ഇനി നമ്മുടെ വീട്ടിൽ ചിക്കൻ ഉണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ വറുത്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഇല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ചിക്കൻ പിസ്സയാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചിക്കൻ നമ്മൾ വറുത്തെടുക്കണം. അതിനായിട്ട് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉപ്പ് ആവശ്യത്തിന്. ഇറച്ചി എടുക്കുമ്പോൾ എല്ലില്ലാത്ത പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. നമുക്ക് 1/2 നാരങ്ങയുടെ നീര് കൂടി ഇതിലേക്ക് പിഴിഞ്ഞിടാം. ആ കുരു എടുത്ത് മാറ്റാം നമുക്ക്. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇപ്പോൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 1/2 മണിക്കൂറൊന്ന് വെച്ചിരിക്കാം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം തന്നെ പിസ്സ ബേസിൽ 1-2 ഡോട്ട്സൊക്കെ കേക്ക് ടെസ്റ്റർ കൊണ്ടാണ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പിസ്സ സോസ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് അപ്ലൈ ചെയ്യുക. നമ്മുടെ കയ്യിൽ പിസ്സ സോസ് ഇല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ആയാലും മതി. നമുക്കിനി മോസറല്ല ചീസ് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ആവശ്യത്തിന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. പിസ്സ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മോസറല്ല ചീസ് തന്നെ ഉപയോഗിക്കുക. അതാണ് ഇതിന് ഏറ്റവും നല്ലത്. നമുക്കിനി കുറച്ച് സവാള, അതുപോലെ തന്നെ ക്യാപ്സിക്കം, അതുപോലെ ചിക്കൻ, ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസ് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞങ്ങൾ ഇതിനു മുമ്പ് പിസ്സ ബേസ് വാങ്ങിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ ഒരു ബേസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ ഉള്ള അത്രയും വലിപ്പമുള്ളത് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ വീട്ടിലുണ്ടാക്കിയിട്ട് അപ്പോൾ നല്ല ഒരു വലിപ്പമുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഉപ്പുപൊടി ഇട്ട് കൊടുത്തു. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോഴും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ
ഓവൻ യൂസ് ചെയ്യാത്ത രീതിയിൽ ചെയ്യുമ്പോൾ ഈ രീതിയിൽ ഉപ്പ് വെതറിയിട്ട് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിൽ ആ പിസ്സ കൊണ്ടുവന്നിട്ട് ഇതിൽ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മൂടി വെച്ച് ഏകദേശം ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ബട്ടറൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സൂക്ഷിച്ച് എടുക്കാവുന്നതാണ്. ഞാനപ്പോൾ ഇതൊന്ന് എടുത്തിട്ട് കാണിക്കാം. നമുക്കിനി അടുത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അടുപ്പത്തേക്ക് വെക്കാം. നമ്മൾ നോൺ സ്റ്റിക്ക് പാനൊക്കെ എടുക്കുമ്പോൾ പുതിയതൊന്നും എടുക്കണമെന്നില്ല. ഇനി നമുക്കിത് മൂടി വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്യാം. നേരെ നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൽ വെച്ച് ചെയ്യുവാണെങ്കിൽ ഒരല്പം ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ സൈഡിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ അടുത്ത പിസയും സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതും കൂടി എടുക്കുവാണ്. വളരെ സിമ്പിളായിട്ട് എല്ലാവരും പിസ ഉണ്ടാക്കാൻ പഠിച്ചല്ലോ. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഈ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.